നമുക്ക് പല രീതിയിൽ രാഹുൽ എന്നുള്ള മനുഷ്യനെ അറിയാം. ഡയറക്ടറായിട്ട് അറിയാം, ശ്രീവിദ്യയുടെ പാർട്ട്ണറായിട്ട് ഒരുപാട് പേർക്ക് അറിയാം. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത്. അതായിരിക്കും. അതെ, ഇതിനപ്പുറത്ത് ഇത്രയും സൂത്തിങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്റ്റോറി ടെല്ലറായിട്ട് അധികം ആളുകൾക്ക് അറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല. ഇതെങ്ങനെയാ ഇത് കണ്ടുപിടിച്ചത്? ഡിസ്കവറിങ് എവിടെ നിന്നാണ്? ഭയങ്കര രസം അത്. സത്യം പറഞ്ഞാൽ ഞാനൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അറിയാം, വിഷ്ണു നന്നായിട്ട് അറിയാം. വിഷ്ണുവിനെ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആ സിനിമ എന്തായെന്ന് ചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ 251ാമത്തെ ചിത്രം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായി അതിൻ്റെ പുറകെ പല പല കാരണങ്ങളാൽ ഇങ്ങനെ എല്ലാം ആയി തുടങ്ങിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വരെ എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ നീണ്ടു പോകുന്നതും പിന്നെ കല്യാണം കഴിഞ്ഞു സെപ്റ്റംബറിൽ. ഈ സെപ്റ്റംബർ ആകുമ്പോൾ 1 വർഷമാകുന്നു. സെപ്റ്റംബറിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ഒന്നും അങ്ങോട്ട് അനങ്ങുന്നില്ല. ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അതായത് രാവിലെ എണീക്കുന്നു, ഈ സിനിമയുടെ ഭാഗമായിട്ട് ആൾക്കാരെ കാണാൻ പോകുന്നു, ആൾക്കാരോട് സംസാരിക്കുന്നതല്ലാതെ ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഭയങ്കര തോന്നൽ. ലൈഫ് അപ്ഡേറ്റ്സ് ഇല്ല, ഒന്നുമില്ല. ബേസിക്കലി ഇപ്പം വിഷ്ണു പറഞ്ഞ പോലെ ശ്രീവിദ്യയുടെ ഹസ്ബൻഡാണ്. അപ്പം പലരും വെളിയിലിറങ്ങുമ്പോൾ ചോദിക്കാറുണ്ട് എന്താ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയും സുരേഷ് ഗോപി സാറിൻ്റെ. അപ്പോൾ ഇത് കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ കണ്ട ആൾക്കാരോട് തന്നെ വീണ്ടും വീണ്ടും പറയേണ്ട അവസ്ഥ വരും. അതായത് 2 വർഷം മുന്നേ കണ്ടപ്പം ചോദിച്ച അതേ ആളിനെ പിന്നെ ഒരിക്കൽ കാണുമ്പോഴും അയാൾ ചോദിക്കും എന്തായി. അപ്പോൾ ഞാൻ പറയുകയാണ് സുരേഷ് ഗോപി പടമുണ്ട്, പക്ഷെ എന്നാണ് ഏതാണെന്നൊന്നും അറിയാതെ ഞാനിങ്ങനെ ഭയങ്കര എന്താ പറയുക ഒറ്റപ്പെട്ട് ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ മരവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു, ചിന്നു ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്, എന്തായാലും വിഷ്ണുവിന് അറിയായിരിക്കും, ശാന്തനു സുരേഷ് എന്നാണ് പേര്, വഴിയരികിൽ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നത് ഇത് കേട്ടിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് എല്ലാ ദിവസവും. മിക്ക ദിവസങ്ങളിലും ഭയങ്കര പീസ്ഫുള്ളാണ്. ഇത് കണ്ടിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും, നല്ല സ്വപ്നം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ദിവസം സാന്ത്വന ചേട്ടന് മെസ്സേജ് ചെയ്തു, സാന്ത്വന ചേട്ടാ നല്ല രസമാണ് നിങ്ങളുടെ പരിപാടിയൊക്കെ, എനിക്ക് ഇതേപോലെ ഒരു പരിപാടിയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊന്നും അറിയത്തില്ല. കാരണം പുള്ളി ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്, എനിക്കങ്ങനെ ട്രാവലും ഇല്ല, വളരെ കുറച്ചാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ കല്യാണത്തിന് ശേഷം എൻ്റെ ട്രാവൽ കൂടിയിട്ടുണ്ട്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്ന് പറയുന്നത് അതെ ചെറിയൊരു ട്രാവൽ അല്ല, എല്ലാവർക്കും കിട്ടുന്ന ട്രാവലും അല്ല. വർഷത്തിലൊക്കെ ഒരിക്കലായിരിക്കും ബാക്കിയുള്ളവർ പോകുന്നത്. പക്ഷേ എനിക്കിത് എല്ലാ ആഴ്ചയിലും ഉണ്ട്, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സാന്ത്വന അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ സാന്ത്വന ചേട്ടൻ ധൈര്യമായിട്ട് ചെയ്തു, രാവിലെ ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാന്ത്വന ചേട്ടൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ ചിന്നോട് പറഞ്ഞു, ചിന്നു അപ്പം സെക്കൻഡ് ഹണിമൂൺ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ബാലിയിലോട്ട്. അപ്പോൾ ഞാൻ ചിന്നോട് പറഞ്ഞു, ചിന്നു ബാലി ഞാൻ എന്തായാലും ഉപയോഗിക്കാൻ പോവുകയാണ്, ഞാൻ നൈസായിട്ട് ഇതേപോലെ ഒരു പരിപാടി സാന്ത്വന ചേട്ടനെ പോലെയല്ല പക്ഷേ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ബാലി പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. ഫുൾ ഐറ്റിനറി കിട്ടി, ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന ഷോർട്സ് എടുക്കണം, എല്ലാ റെഫറൻസും ഒക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോഴത്തേക്കാണ് ചിന്നു പറയുന്നത് തെയ്യം കാണാൻ, കാസർഗോഡ് തെയ്യം കാണാൻ പോകുന്ന ടൈമായി. അപ്പോൾ ഞാൻ ആ കഥയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് പ്രേമിക്കുന്ന സമയത്ത് മൊത്തം ചിന്നു ഒരുപാട് പറഞ്ഞിട്ടുള്ളത് ഈ കാസർഗോഡിലെ തെയ്യം കഥകളാണ്. ഭയങ്കര നമ്മൾ ഈ തിരുവനന്തപുരം തെക്കന്മാർക്ക് ഇതിനെപ്പറ്റി ഒരു ബന്ധവുമില്ല, ഒരു അറിവുമില്ല, ഇതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. വിഷ്ണുവിന് അറിയാമോ? നമുക്ക് എന്താണ് ഇതെന്ന് അറിയത്തില്ല. നമ്മൾ ഈ വീഡിയോസിൽ ഉഗ്രൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിന്നു ഇത് കാണാൻ പോകാമെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആകുന്നു. ഞാൻ പറയുന്നു ശരിയെന്ന് പറയുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ചിന്നു നമുക്കൊരു ട്രയൽ, ഞാൻ ഈ ബാലിയുടെ ഒരു ട്രയൽ നമുക്ക് ചെയ്തു നോക്കാം. ഞാൻ ചെയ്തു നോക്കാൻ പോവുകയാണ്, ഇത് അപ്ലോഡ് ചെയ്യത്തൊന്നുമില്ല, നമുക്ക് ചുമ്മാ എഡിറ്റ് ചെയ്ത് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഞാൻ ഷൂട്ട് ചെയ്യുകയാണ്. ഈ സാധനം ഞാൻ കാസർഗോഡ്, ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള യാത്ര മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, തെയ്യം ഒന്നും കാണിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി ചിന്നുവിൻ്റെ വീട്ടിലിരുന്ന് തന്നെ രാത്രി വെറുതെ ഞാനിതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കി. എഡിറ്റ് ചെയ്തിട്ട് ഞാൻ മൊബൈലിൽ ചെറുതായിട്ട് വോയിസ് ഓവർ കൊടുത്തു നോക്കി. വൈകുന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ റീൽ അപ്ലോഡ് ചെയ്യുന്നത്. വൈകുന്നേരം എനിക്കൊന്നൊരു 4 സ്വന്തം റീൽ, അതെ എൻ്റെ വോയിസിൽ ഒരു റീൽ, അല്ലെങ്കിൽ മറ്റേ റൊമാൻസ് ആണ് മൊത്തം. ഞാൻ ചിന്നും കൂടെ നടന്നു വരുന്നു, ചരിഞ്ഞു നിൽക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാനിത് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നു. ഒരു 8 മണിക്കകത്ത് ഇത് 1 മില്യൺ വ്യൂസ് ആവുകയാണ്. 1 മില്യൺ വ്യൂസും എനിക്കിങ്ങനെ ഓരോ സ്ക്രോളിലും ഈ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ മറ്റേ 100 ആണല്ലോ ഇപ്പോൾ മാക്സിമം കാണിക്കുന്നത്, ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലസ് ഇഷ്ടം പോലെ മെസ്സേജ് വരും, ചേട്ടാ എന്ത് രസമാണ് ചേട്ടൻ്റെ സൗണ്ട്, ചേട്ടൻ പറയുന്ന രീതി എന്ത് രസമാണ്, നിനക്ക് വേണ്ടി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്കറിയാം നീ ചോദിക്കുമെന്ന്, ഇവിടെ തെളിവ് കാണിക്കുന്നതുകൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരികയാണ്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഞെട്ടലാണ് സത്യം പറയാം. കാരണം എൻ്റെ സൗണ്ട് നല്ലതാണെന്ന് എനിക്കറിയത്തില്ലല്ലോ, നമ്മളറിയുന്നില്ലല്ലോ നമ്മുടെ സൗണ്ട്. പണ്ട് ഈ കാമുകിമാർ ഫോണിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട് രാത്രി എൻ്റെ സൗണ്ട് നല്ല രസമാണെന്ന്, ചിന്ന ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ല പുറത്തങ്ങനെ ആരും പറഞ്ഞ് എനിക്കറിയത്തില്ല, സത്യമാണ്. അപ്പം ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ ഇത് സംഭവം ശരിയാണ്, രസമുള്ള പരിപാടിയാണല്ലോ എന്ന്. അപ്പം നെക്സ്റ്റ് ഡേ തെയ്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തെയ്യം ഷൂട്ട് ചെയ്തു. ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നു, അതേ റെസ്പോൺസ്. 3-ാമത്തെ ദിവസം തെയ്യം കാണുന്നു, വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, അതേ റെസ്പോൺസ്. എനിക്കെന്താണെന്ന് വെച്ചാൽ ഒരു പടമൊക്കെ ബ്ലോക്ക് ബസ്റ്റർ അടിക്കത്തില്ലേ,
ഏതൊരു 100 ദിവസം അടിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് വരുന്ന മെസ്സേജസും ക്രിയേറ്റീവ് ഹൈ ഭയങ്കരമായിട്ട് എനിക്ക് ആ സാധനവും കിട്ടി. അപ്പോൾ ഇപ്പോൾ എല്ലാ 2 ദിവസം കൂടുമ്പോഴും എൻ്റെ പടം ബ്ലോക്ക് ബസ്റ്ററാണ്. പടം ചെയ്തില്ലെങ്കിൽ പോലും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു വൺ ലൈനിൽ പറഞ്ഞാൽ സിനിമ ഡിലേ ആവുന്നതിൻ്റെ ഡിപ്രഷനിലും വിഷമത്തിലും ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവമായിട്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന ഒരു സാധനമാണിത്. അല്ല എൻ്റെ ഒന്നുമല്ല, ഞാൻ വളരെ വെറുതെ ചെയ്തു നോക്കിയൊരു സാധനം ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തുന്നതും അതേസമയം ഞാൻ കാരണം ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഞാൻ ഒരുപാട് മെസ്സേജ് വരും, ചേട്ടാ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ഒരു ചായ കുടിച്ച് ചേട്ടൻ്റെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും കിട്ടുന്നൊരു മനസ്സമാധാനം ഭയങ്കരമാണ്. ഇതൊന്നുമല്ല, ഒരുപാട് മെസ്സേജ് വരും. ഇന്ന് രാവിലെ ഇറങ്ങാൻ നേരത്തും വന്നു, വിഷ്ണുവിനെ അറിയാമെന്നുള്ള ഒരാളും എനിക്ക് മെസ്സേജ്, അത് ഇപ്പം വിഷ്ണു പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് മെസ്സേജ് വരും. വിഷ്ണു ഭയങ്കര രസകരമായിട്ടുള്ള ഏറ്റവും രസമുള്ളൊരു മെസ്സേജ് ഞാൻ പറയട്ടെ, മെനഞ്ഞാന്ന് വന്നതാണ് കേട്ടോ. എനിക്കൊന്നൊരു വെളുപ്പംകാലം 3 മണിയൊക്കെ ആയപ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത്. ഞാൻ രാത്രി ഇരുന്നാണ് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ. അപ്പം 3 മണിക്ക് ഈ മെസ്സേജ് വരികയാണ്. ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ മെസ്സേജ് ആണ്, ചേട്ടാ ഞാനിപ്പം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. ഞാൻ കാണിച്ചു തരാട്ടുണ്ട്. ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഇപ്പം ഞെട്ടി എണീറ്റു ചേട്ടാ, വേറൊന്നുമല്ല, ഞാനൊരു സ്വപ്നം കണ്ടു. ചേച്ചിയും ചേട്ടനും ആദ്യത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെയും ചേട്ടൻ പിടിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുന്നു. ചേച്ചി 2ാമത് പ്രഗ്നൻ്റ് ആണ്, ചേച്ചി അകത്തുണ്ട്. ചേച്ചി പ്രഗ്നൻസി കഴിഞ്ഞൊരു പെൺകുഞ്ഞ് ചേട്ടന് കിട്ടുന്നു. നേഴ്സ് ചേട്ടൻ്റെ കയ്യിൽ പെൺകുഞ്ഞിനെ കൊണ്ടുവരുന്നു. ആ മൊമെൻറ്റ്സ് ഞാൻ സ്വപ്നം കണ്ടു. അതായത് ഈ കുട്ടി റീലാക്കിയിട്ട് അവൾ ആ കുഞ്ഞ് ആ പെൺകുട്ടി സ്വപ്നം കണ്ടു. അതായത് ഞങ്ങളുടെ ലൈഫ്, ഞങ്ങൾ കാണുന്ന സ്വപ്നം അവൾ കണ്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ നമ്മൾ രണ്ടുപേരും, ഞാൻ കാരണം ചിന്നു അല്ലെങ്കിൽ ചിന്നു കാരണം ഞാനും, അവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ആ സ്വപ്നം കണ്ടേ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ, ഞാൻ പോലും കാണാറില്ല അങ്ങനെ. മനസ്സിലായി, നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ കാണും, പക്ഷേ ഇത് ഞാൻ പോലും കാണാത്തൊരു സ്വപ്നം നമുക്ക് വേണ്ടിയിട്ട് ആരാന്ന് പോലും അറിയാത്ത ഒരാൾ കണ്ടിട്ട് മെസ്സേജ് ചെയ്യുകയാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര അങ്ങനെ ഒരുപാട് മെസ്സേജ്. ചേട്ടാ ഞാൻ വീട്ടിൽ ഹസ്ബൻഡുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഡിപ്രഷനിലിരിക്കുമ്പോൾ ചേട്ടൻ്റെ വീഡിയോ അറിയാണ്ട് കണ്ടുപോയി. അങ്ങനെ ഇരുന്ന് ഞാൻ മൊത്തം വീഡിയോസും കണ്ടു. ഭയങ്കര സൂതിങ് ആണ് കേട്ടോ, എനിക്കിങ്ങനെ ഭയങ്കര റിലാക്സിങ് ആണ്. അപ്പോൾ ഇതിനേക്കാളും ഒന്നും എന്താ പറയുക വിഷ്ണുവേ, ഒരു പടം ഈ പറഞ്ഞ പോലെ 100 കോടി അടിച്ചാൽ പോലും കിട്ടാത്ത, എനിക്കൊന്നും അപ്പോൾ പോലും ഇത്രയും സന്തോഷമൊന്നും കിട്ടരുത്. കാരണം ആൾക്കാർ തിയേറ്ററിൽ പോകുന്നു കണ്ടു കഴിഞ്ഞു. പക്ഷെ ഒരാളുടെ ലൈഫിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് കാരണം ഞാനും സന്തോഷിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ചിന്നുവും സന്തോഷിക്കുന്നുണ്ട്. വലിയ കാര്യമല്ലേ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം സുഹൃത്തം കിട്ടുന്നത്, ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയെങ്കിലും നമ്മളിപ്പം ഡയറക്ടറാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും നമ്മുടെ ഈ കഴിവ് കാരണം ആരെങ്കിലും എൻ്റർടൈൻഡ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു ഉപയോഗം ഉണ്ടാവുന്നുണ്ടോ എന്നതാണ് നമ്മുടെ സോൾ വിശ്വാസം. ഐ മീൻ ലൈക്ക് അത് തന്നെ. പക്ഷേ അത് നമുക്ക് കിട്ടുന്നില്ലേ. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഞാൻ ചിന്നിൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇപ്പോൾ തമാശക്ക് പറഞ്ഞാൽ സിനിമയൊക്കെ നിർത്തി പതിയെ ഒരു ചെറിയ ഇങ്ങനത്തെ പിന്നെ ഒരു ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഞാൻ ഈ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന കഥ പറയുന്നു. എൻ്റെ ജോണറേ ഇതേ ജോണറേ അല്ല എൻ്റെ സിനിമ. ഫുള്ള് ഡാർക്കിൻ്റെ ആളാണ്. ഭയങ്കര എന്താ പറയുക, ഫീൽ ഗുഡ് പടങ്ങൾ കാണാറില്ല, റൊമാൻറ്റിക് മൂവീസ് കാണാറില്ല, ഐ മീൻ റോം കോംസ് ഒന്നും കാണാറില്ല. എൻ്റെ മൊത്തം ഡാർക്ക് പടങ്ങളാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സാധനം തന്നെ അങ്ങ് മാറി. ഇപ്പം ഞാൻ വീട്ടിലിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ വന്നപ്പോൾ നീ ശ്രദ്ധിച്ചു എന്ന് അറിയത്തില്ല. ഞാൻ ഇപ്പം നിൻ്റെ അടുത്ത് വളരെ ഇപ്പൊ അങ്ങ് യൂസ്ഡായി ഇങ്ങനെ സംസാരിച്ച് ചിന്നൂനും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ടാറ്റു ചെയ്യുന്നൊരു സമയമുണ്ട്, നമ്മൾ ഒരുമിച്ചൊരു കമ്പനി ചെയ്യുന്ന സമയത്ത്, ഐ മീൻ ഞങ്ങളുടെ കമ്പനി ആയിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതെ അന്ന് വിഷ്ണു വന്നിരുന്നു. അതെ, അപ്പൊ ആ ടാറ്റു ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ട്. അതെ, അപ്പൊ ഇതൊരു മോളിൽ കയറി പോകണല്ലോ. ഞാൻ നോക്കുമ്പോ മോളിന്ന് ശബ്ദം ഇങ്ങോട്ട് വിളിക്കുന്നത് വിഷ്ണു, ഇത്രയും ഉറക്കെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അതിപ്പോ ഭയങ്കരമായിട്ട് പറയും. എന്റെ അമ്മയൊക്കെ പറഞ്ഞു തുടങ്ങി, നീ ഇപ്പൊ എന്തും മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ അമ്മയും ഞാൻ അങ്ങനെയല്ല, ശാന്തന്റെ മകൻ പ്രശാന്ത്. അങ്ങനെ ഒരു സാധനമുണ്ട്. ഇപ്പം വണ്ടിയിൽ ഇപ്പം കാറിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പം ആരെങ്കിലുമൊക്കെ ഓവർടേക്ക് ചെയ്യുക എന്തെങ്കിലും വന്നാൽ ഞാനിങ്ങനെ പറയുമ്പോൾ ചിന്നു പറയും, നന്ദു നീ ഇതല്ല. അപ്പം ഇങ്ങനെ ഭയങ്കര രസമാണ്. ഇപ്പം മൊത്തത്തിൽ ലൈഫും ഭയങ്കര രസമാണ്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പോസിറ്റിവിറ്റിയാണ്, ഭയങ്കര ഹാപ്പിയായിട്ട്. ഇതാണ് എൻ്റെ ഒറ്റ ചോദ്യം പറഞ്ഞല്ലോ, ഇതാണ് സംഭവിച്ചത് മൊത്തത്തിൽ. ഈ ശ്രീവിദ്യ ഇതിനെങ്ങനെ കാണണമെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഞങ്ങൾ ഈ അടുത്തൊരു സ്ഥലത്ത് വെച്ച് കണ്ട സമയത്ത് എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, ഞങ്ങൾ ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പം ഇവർ പറയുന്നത്, ശ്രീവിദ്യ പറയുന്നത്, ഇത് തന്നെ ഇപ്പം എല്ലാ ആളുകൾക്കും പറയാനുള്ളത്, പണ്ട് നേരെ തിരിച്ചായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് വിഷ്ണുവെ. അത് എനിക്ക് കാണാനുണ്ട്, അവളുടെ കണ്ണിലത് കാണാനുണ്ട്. എന്താ പറയുക,
അവൾ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന ചിന്നുവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കൂടെ ഈ സെയിം സാധനം ഇപ്പോൾ ഉണ്ട്, ഭയങ്കരമായിട്ട് ഈ സാധനം ഉണ്ട്. അപ്പോൾ ഇന്നലെ സൺറൈസിൽ ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ആൻറ്റി, ഒരു 10-45, എൻ്റെ അമ്മയെക്കാളും കുറച്ച് പ്രായം കുറവായിരിക്കും. അപ്പോൾ ആൻറ്റി വന്നിട്ട് ഇങ്ങനെ, ആൻറ്റി കുറേ നേരമായിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, രാഹുൽ മോനെ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ. എൻ്റെ നേരെ ചിന്നുവിനെ നോക്കിയിട്ട്, മോളുടെ ഒന്നും കാണാറില്ല, പക്ഷേ മോൻ വഴി ഇപ്പോൾ മോളെ എനിക്കറിയാം. ചിന്നുവിനാണ് സന്തോഷം ഇത് കേൾക്കുമ്പോൾ. എനിക്ക് വിഷമാവും, എനിക്ക് പെട്ടെന്ന് വിഷമാവും. അപ്പോൾ എനിക്ക് ചിന്നുവിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലായിടത്തും ഇപ്പം ചിന്നു അമൃതയിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുന്നവരും അവിടുത്തെ ഗസ്റ്റുകളും എല്ലാവരും വന്ന് പറയുന്നുണ്ട്, ചേട്ടൻ്റെ വീഡിയോസ് കാണാറുണ്ട്, എൻ്റെ വീഡിയോസ് കാണാറുണ്ട്. ചിന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ എന്നെക്കാളും കൂടുതൽ എനിക്ക് ഒന്ന് സന്തോഷിക്കുന്നത് ചിന്നു ആയിരിക്കും, ഉറപ്പായിട്ടും. അത് ചിഹ്നമായിരിക്കും. ഈ അടുപ്പമുള്ളവർക്ക് അറിയാം, നിങ്ങൾ രണ്ടുപേർക്കും അടുപ്പമുള്ളവർക്ക് രാഹുലിന് ഒറ്റയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നും, അല്ലെങ്കിൽ രാഹുൽ ഈ ഓർഡിനറി ആയതിനെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, പക്ഷെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും കൂടി ചെയ്തിരുന്ന ഒരാളാണ് ശ്രീവിദ്യ എന്ന് ഞങ്ങൾ. പിന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് എന്നെ പൊന്നുപോലെ ഒരു കുറവും വരാതെ പോറ്റി വളർത്തിയാതെ ഒരു കുറവും വരാതെ എന്നെ നോക്കുന്നത് എൻ്റെ ചിന്നു തന്നെയാണ്. അതിന് മുന്നേ അമ്മയായിരുന്നു. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിരുന്നു വിഷ്ണു. അറിയാലോ, ഒരു സിനിമയിലെ ഒരു 6 വർഷമായിട്ട് സിനിമ ചെയ്യാതെ ഇരിക്കുന്ന ഒരു ഡയറക്ടറിന് ഉണ്ടാകാൻ പോകുന്ന എല്ലാ ഫിനാൻഷ്യൽ ക്രൈസിസും വിഷ്ണുവിന് എന്തായാലും മനസ്സിലാവും. കാരണം വിഷ്ണു ഇതേപോലെ തന്നെ വന്നതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം വിഷ്ണുവിന് മനസ്സിലാവും. അപ്പോൾ 6 വർഷമായിട്ട് എനിക്ക് ഒന്നിനും ഒരു കുറവ് വരാതെ, അതിന് മുന്നേ എൻ്റെ അമ്മ നോക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ജോലി ചെയ്തിരുന്നു, ഒരു 3-3.5 വർഷം ജോലി ചെയ്തിരുന്നു. ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം എന്നെ എല്ലാം നോക്കിയിരുന്നത് ചിന്നുവാണ്. സിനിമയെക്കാളും ഉപരി ഇപ്പോഴാണ് എനിക്ക് ചിന്നുവിനെ തിരിച്ചു നോക്കാൻ പറ്റുന്നത്. കാരണം ചെറിയ ബ്രാൻഡ് കൊളാപ്സ് വരും, അറിയാലോ. ഈ കഥകളിലൂടെ ഞാൻ ആർക്കും ദോഷമില്ലാത്ത നല്ല പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ നല്ല ബ്രാൻഡുകളോ വരുമ്പോൾ ഞാനിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പൈസയിൽ നിന്ന് മെനഞ്ഞാന്നാണ് ഞാൻ ആദ്യമായിട്ട്, കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് ഞാനൊരു ഒരു 10 ഒരു സർട്ടൺ എമൗണ്ടിന് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നത് ഈ ടൈമിലാണ്. ബർത്ത്ഡേക്ക് പോലും ഭയങ്കര രസമാണ് ഈ പരിപാടി. ചിന്നുവിൻ്റെ ബർത്ത്ഡേ വരുമല്ലോ. അപ്പോൾ തലേ ദിവസം ആകുമ്പോഴത്തേക്കും 2 ദിവസം മുന്നേ ചിന്നു എന്നെ ഒരു 10,000 രൂപ അക്കൗണ്ടിലോട്ട് ഇടും, എൻ്റെ അക്കൗണ്ടിലോട്ട്. അത് ഞാൻ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണം ചിന്നുവിന്. അപ്പോൾ ഒരു 10,000 വരുമ്പോഴേ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഗിഫ്റ്റിനുള്ളതാണ്. എന്നിട്ട് ഞാൻ അമ്മയുടെ നിന്നും കൂടെ ഒരു ചെറിയ ഷെയറൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇവൾക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ബർത്ത്ഡേ മുതൽ അതിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഭയങ്കര അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് വളരെ നന്നായിട്ട് മോശമില്ലാത്ത, ഞാൻ പറഞ്ഞില്ല, ആൾക്കാർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിലുള്ള ബ്രാൻഡ് കൊളാപ്സ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇപ്പം വരുമാനം വന്നു തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ. ഇപ്പം മോശമില്ലാത്തൊരു ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലായി ഓൾറെഡി. അപ്പം പിന്നെ അത് വലിയൊരു കാര്യമാണ് വിഷ്ണു. എനിക്ക് പറയാനൊരു മടിയില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇത്രയും നാൾ നോക്കിയിരുന്ന ചിന്നുവിനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജി കൊണ്ടുവന്ന ഒരു വഴിയിലൂടെ എനിക്കിപ്പോൾ തിരിച്ച് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ബ്രേക്ക് ചെയ്തൊരു സ്റ്റീരിയോ ടൈപ്പ് എനിക്ക് തോന്നിയിട്ടുള്ളതായിരുന്നു വെച്ചാൽ, ഈ പണ്ട് മുതൽ തന്നെ ഇപ്പം നമ്മളൊരു പാട്രിയാർക്കൽ സമൂഹത്തിൽ വളർന്ന് ഇതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷനിങ്ങിൻ്റെ ഒക്കെ ആയിരിക്കും, ഭാര്യയുടെ ചിലവിലാ ജീവിക്കുന്നത് എന്ന് പറയുന്നതിനൊരു എന്തോ ഒരു സ്റ്റിഗ്മയുണ്ട് അങ്ങനത്തെ ആളുകളായിട്ട് ബന്ധപ്പെട്ട്. അതായത് എത്ര ആളുകൾ ചിലപ്പോൾ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് വീട് നോക്കുന്നുണ്ടായിരിക്കും, അത് വളരെ നോർമലായിട്ടുള്ള ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനെ കുറെ നോർമലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പലപ്പോഴും രാഘവേട്ടൻ ആ ഇന്റർവ്യൂ മീൻസ് കല്യാണത്തിന് ശേഷം കൊടുത്ത ഇന്റർവ്യൂ അത് വളരെ നോർമലൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അത് നല്ലൊരു കാര്യമാണ്. ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ വിഷ്ണു. ഇപ്പൊ വിഷ്ണു പറയുമ്പോഴാണ് ആ സാധനം എനിക്കറിയാം. ഭാര്യയുടെ സ്വന്തം ഭാര്യയുടെ ചെലവിലല്ലേ, കണ്ടവരുടെ ഭാര്യയുടെ ചെലവിലോ സ്വന്തം ഭാര്യയുടെ ചെലവിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ആരാണെങ്കിലും ഇപ്പോൾ എന്നെപ്പോലെ വൈഫിൻ്റെ സഹായത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു വിശ്വാസം മനസ്സിലുണ്ടാവും, നാളെ ഒരു ദിവസം അവളെ ഇപ്പം നോക്കുന്നതിനേക്കാളും 10 ഇരട്ടി മടങ്ങ് പവർഫുള്ളായിട്ട് നമുക്ക് നോക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളവന്മാർ തന്നെയാണ് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭാര്യയുടെ ചിലവ്. അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ. ഭാര്യയുടെ ചിലവ് ജീവിക്കുന്നവർക്ക് അങ്ങനെ ഒരു 100% അവർ കോൺഫിഡൻ്റ് ആയിരിക്കും, നാളെ അവൾ നമ്മളെ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് അവളെ നോക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളവർ തന്നെ ആയിരിക്കും. അല്ലാതെ മറ്റു പരിപാടിയല്ല വിഷ്ണു, ഏതാ അവൾ നോക്കിക്കോളും, ആ മൂടല്ല. മനസ്സിലല്ലേ? അവൾ ഓഫ് കോഴ്സ് നമ്മൾ എല്ലാ ദിവസവും ഒരു പരിപാടി ചിന്തിക്കുന്നോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് പോലും അവർക്ക് വേണ്ടിയിട്ടായിരിക്കും. മനസ്സിലായില്ലേ? എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും വിഷ്ണു, അതിൽ ഒരു തെറ്റുമില്ല. ഞാൻ പറയാം, ഈ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം ബ്രാൻഡ് ക്ലോബ്സ് വന്നു. കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം വരെ ഞാൻ ഭാര്യയുടെ ചിലവിൽ തന്നെ ജീവിച്ച ഒരാളാണ്. അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. അതിൽ എനിക്ക് എന്താ പറയുക, സന്തോഷമേ ഉള്ളൂ അതിൽ. അവൾക്ക് മടിയാട്ടോ പറഞ്ഞല്ലേ, ഇവൾക്ക് മടി. ചില കടകളിലൊക്കെ പോയിട്ട് ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴേ പതിയെ ഈ ഫോൺ കൊണ്ടുവന്ന് എൻ്റെ തരും. ആരുടെ? ചിന്നുവിൻ്റെ ഫോൺ. ഗൂഗിൾ പേ ചെയ്യണമല്ലോ, അപ്പോൾ എൻ്റെ പൈസ കാണില്ല. അപ്പം പയ്യെ ഈ ഫോൺ കൊണ്ടുവന്ന് എൻ്റെ തരും. അപ്പം ഞാൻ പറയും, ഇല്ല നീ കൊടുക്ക്. ഇല്ല നന്ദു ചേട്ടൻ കൊടുക്ക്, നന്ദു ചേട്ടൻ കൊടുക്കും. അപ്പം ഞാൻ പറയും, ഇല്ലടി അതിനെന്താ തെറ്റ്. ഇതുവരെ പുള്ളിക്കാരി കൊടുത്തിട്ടില്ല. എപ്പോഴും ഇങ്ങനെ പയ്യെ കൈ എഴുതാൻ പോകുമ്പോൾ പയ്യെ ഫോൺ കൊണ്ടുവന്ന് ബാക്കിലത്തെ പോക്കറ്റിലോ അല്ലെങ്കിൽ കയ്യിലോ ഇങ്ങനെ തന്നിട്ട്
പുള്ളിക്കാരി അങ്ങ് പോകും. ഇതുവരെ ഒരു കണക്ക് ചോദിച്ചിട്ടില്ല. എന്താ പറയുക, പുള്ളിക്കാരിക്ക് അറിയത്തില്ല പുള്ളിക്കാരിയുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉള്ളു. എല്ലാം ഞാനാണ് നോക്കുന്നത് കാര്യങ്ങളെല്ലാം. അത് വേറെ ഒന്നുമല്ല, മടിയാണ് കേട്ടോ പുള്ളിക്കാരിക്ക്. വേറെ ഒന്നുമല്ല, ഇരുന്ന് നെറ്റ് ബാങ്കിങ്ങും പരിപാടി മടിയായതുകൊണ്ടാണ്. അതെ, ഓർമ്മിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഏൽപ്പിക്കുന്ന പക്ഷേ ഇതുവരെ എൻ്റെ അടുത്ത് കണക്ക് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ലടോ. ഞങ്ങൾ നിന്നിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ മാസം റെൻ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നിന്നിട്ടുണ്ട്. നമ്മൾ വളരെ വിഷമിച്ച് നിന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തരണം ചെയ്ത് എൻ്റെ അമ്മ ഭയങ്കര സ്ട്രോങ് ആണ്, അന്യായ സ്ട്രോങ് ആണ്. അവരൊരു 10-40 കൊല്ലം ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അച്ഛൻ കുറച്ച് ബാക്കിലോട്ടായിരുന്നു. അച്ഛൻ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ചിന്തിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എന്നെ പഠിപ്പിച്ചതും എന്നെ നോക്കിയതും എല്ലാം എൻ്റെ അമ്മയാണ്. എന്ന് പറഞ്ഞാൽ അച്ഛൻ മോശമൊന്നുമല്ല, അച്ഛൻ നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അച്ഛൻ്റേതായ കുറച്ച് ഇൻഡിപെൻഡൻറ്റ് തോട്ട്സ് ഉള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അമ്മയാണ്. അവിടെയും ഞാൻ കണ്ടിരുന്നത് എന്താണ്, പെണ്ണെന്ന് പറയുന്ന ഒരാളാണ്. അപ്പം ഈ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടാൽ മനസ്സിലാകത്തൊന്നുമില്ല, ചെറിയ ഹാൻഡിക്യാപ്ഡാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാകത്തില്ല. അപ്പം ഈ കാലും വെച്ചിട്ടാണ് ഈ ജോലി കഴിഞ്ഞ് വന്ന് ചാലയിൽ ഇറങ്ങി. തിരുവനന്തപുരത്തുകാർക്ക് അറിയാം, ചാലയിലാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അതൊക്കെ മേടിച്ച്, അതെ, മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ബസ് കയറി വീട്ടിൽ വന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന് പിറ്റേ ദിവസം രാവിലെ എന്നെ സ്കൂളിലൊക്കെ വിട്ട് അമ്മ ജോലിക്ക് പോയി ഒരുപാട് നാൾ. ഈ പറഞ്ഞ പോലെ അച്ഛനും ജോലിക്ക് പോകുന്നില്ല എന്നല്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ തോട്ട്സ് വേറെയായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു അമ്മയെ കണ്ടു വന്ന എനിക്ക് അതിനേക്കാളും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭാര്യയെ കിട്ടി. ആലോചിക്കണം വിഷ്ണു, കാസർഗോഡുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തി. ഇന്ന് ഇപ്പം എല്ലാവർക്കും ശ്രീവിദ്യ മുല്ലശ്ശേരിനെ അറിയാം. അത് ഒരുപാട് മറ്റേ എന്താ പറയുക, ബിഗ് ബഡ്ജറ്റോ അല്ലെങ്കിൽ മറ്റേ 100 കോടി പടങ്ങൾ ചെയ്തിട്ടല്ല. പക്ഷെ എല്ലാവർക്കും ശ്രീവിദ്യ മുല്ലശ്ശേരിനെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല, ഒരുവിധപ്പെട്ട എല്ലാവർക്കും, അതെ, വീട്ടിലെ ഒരാളായിട്ട് അവളെ എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മയെപ്പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു സ്ത്രീ, ഒരു പെണ്ണാണ് ഈ പറഞ്ഞ പോലെ ഭാര്യയായിട്ട്. എനിക്ക് പലപ്പോഴും ശ്രീവിദ്യ എന്ന് പറയുന്ന വ്യക്തിയോട് ഭയങ്കര ബഹുമാനം തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ ഈ പ്രേമകഥകളൊക്കെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ആ സമയത്ത് അവിടെ റേഞ്ച് ഇല്ല. അതായത് റേഞ്ച് ഇല്ലാത്ത സമയത്ത് നാച്ചുറലി അവിടെ ഇന്റർനെറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആ വീട് കാണുമ്പോഴും, ഇപ്പൊ ചിലപ്പോൾ അതിനെ മോടി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും, എന്നാൽ പോലും ആ വീട് കാണുമ്പോഴും നമുക്കറിയാം അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ലൈഫിൽ നിന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്താൻ വേണ്ടി അവരനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ എടുത്തിട്ടുള്ള എഫേർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർ ഒരിക്കലും സ്വയവും മാറിയിട്ടില്ല എന്നുള്ളതാ. എത്ര കാലമായിട്ടാണോ ശ്രീവിദ്യയെ കാണുന്നത്, അതൊക്കെ തന്നെയാണ് സംസാരത്തിലായാലും ശരി, ആറ്റിറ്റ്യൂഡിലായാലും ശരി, ജീവിതത്തെ കാണുന്നതായാലും ശരി. അത് എളുപ്പമല്ല. ഒരാളുടെ ഐഡന്റിറ്റി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, വലിയ വലിയ സംഭവം. ഐ മീൻ പുള്ളിക്കാരി ഒരു സംഭവം. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര അഹങ്കാരം. ആരടുത്ത് എൻ്റെ അടുത്ത് മാത്രമേ കാണിക്കത്തുള്ളൂ. ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ്. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിലാണ് തോന്നുക ശ്രീവിദ്യ മെച്ചോർഡ് അല്ല എന്നൊക്കെ. ഇപ്പൊ നോക്കൂ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ മറ്റേ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന സമയത്ത് ശ്രീവിദ്യ ഇങ്ങോട്ടേക്ക് അയച്ച മെസ്സേജ് നേരിട്ട് കാണും, എന്നിട്ട് നമുക്ക് അത് വളരെ മെച്ചൂർഡ് അത് ഭയങ്കര വലിയ കാര്യമല്ലേ. കാരണം നമ്മളൊരാളെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു കോഫി ഡേറ്റിന് പോകുമ്പോഴൊക്കെയാണ് അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുക, അയാളുടെ സംസാരം എങ്ങനെയാണ്, അയാളുടെ നോട്ടങ്ങൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ പറയണമെങ്കിൽ അതിനൊരു സെൻസ് ഉണ്ടാവും. ഉറപ്പായിട്ടും. അതേപോലെ ഞാൻ ഈ പാർട്ട് 3 ഉണ്ട് എൻ്റെ ലവ് സ്റ്റോറിയുടെ, അതെല്ലാവരും ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാനത് വൃത്തിയായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം, ലവ് സ്റ്റോറി പാർട്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത് ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും കരുതിയതുപോലെ എസ് ആയിരിക്കും എന്നല്ല, പക്ഷെ അവിടെ വേറൊരു ടെസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയിരുന്നത്. സത്യം പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞാൽ എന്താ അറിയാമോ, ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം, ഒളിച്ചോടാനോ വേറൊരു പരിപാടിക്കോ ഞാനില്ല, അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം ഞാൻ ഓക്കെയാണ്. അവർക്കൊരു ഒരു 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 സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ കാസർഗോഡുകാർക്ക്, ഇപ്പോഴില്ല. ആ ടൈമിൽ ചിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇവർ അവിടെ ഉള്ളവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാറുണ്ട്, കേട്ടിട്ടുണ്ടാവും. കാരണം അത്രയും ദൂരത്തിലോട്ട് ഇവർക്ക് വരിക, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എവിടെ നിന്നാണ് പെണ്ണ് ചോദിച്ച് പോകുന്നതെന്നും കൂടെ ആലോചിക്കണം. തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ. രണ്ട് കൾച്ചർ, രണ്ട് ഡിഫറെൻറ്റ് സ്ലാങ്, മൊത്തത്തിൽ ടോട്ടലി എന്താ പറയുക, അങ്ങേയറ്റം ഇങ്ങേറ്റമുള്ള രണ്ട് കുടുംബക്കാരാണ്. അപ്പം അങ്ങനെ പറഞ്ഞാണ് ചിന്നു അന്ന് അവിടെ നിർത്തുന്നത്. അപ്പോൾ അത് തേർഡ് പാർട്ടിൽ തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക. അവിടെ നിന്ന് പിന്നെ കറക്റ്റായിട്ട് വീട്ടുകാർ സമ്മതിച്ചു കേട്ടോ. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് വെള്ളം തേച്ചിട്ട് പോകാൻ കേട്ടോ, 100% വിഷ്ണുവെ. അവളുടെ വീട്ടുകാർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇവളിപ്പോൾ വരാവേ, ഇവിടെ നിന്ന് വേട്ടാന്ന് പറഞ്ഞിട്ട് ഇവള് കാസർഗോഡ് മുങ്ങിയേനെ. അങ്ങനെ അതെ ചിന്നുവിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത് ഇന്റർനാഷണലി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. വളരെ ഇപ്പൊ ഇന്റർനെറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ നെറ്റിൽ പോയിട്ട് ഏറ്റവും എന്താ പറയുക, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷൻസിൽ ഒരെണ്ണമാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ വലിയ ഒരു കാര്യമാണ്. അതാണ് അറിഞ്ഞോ അറിയാതെയോ രാവിലെ ചെയ്തോണ്ടിരിക്കുന്നത്. അറിയാതെ ഞാൻ ഇപ്പം വിഷ്ണു പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം
സ്റ്റോറി ടെല്ലർ ഇത്രയും വലിയ പരിപാടിയാണ്. അതെ അതെ അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം കുട്ടികളിലേക്ക് മോറൽസ് ഇൻഫ്യൂസ് ചെയ്യാണല്ലോ ഇവര്. ഇപ്പോൾ ഒരു ഈസോപ്പിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഒരു സ്ഥലത്ത് ഒരു നീതിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അയാൾ ഇങ്ങനെ ചെയ്തു. ഇപ്പൊ സോളമൻ രാജാവിന്റെ ഒക്കെ കഥ പറയുമ്പോൾ അങ്ങനെയല്ല, നീതി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആണ് കുട്ടികളിലേക്ക് പല വാല്യൂസ് കൊടുക്കണമല്ലോ. അത് വലിയൊരു പ്രൊഫഷനായിട്ട് അവിടെ മനസ്സിലാക്കി. ഈ സ്റ്റോറി ടെല്ലിങ്ങിൽ എനിക്ക് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന് ഒബ്സർവേഷനാണ്. ഇപ്പോൾ തെയ്യത്തിൻ്റെ ഒരു സീരീസ് പറയുമ്പോഴും ഇപ്പോൾ തെയ്യത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റി പറയാം, അങ്ങനെയൊക്കെ പറയുമ്പോഴും അവിടെ ഒരു ചെറിയ കുട്ടി വളരെ രസമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെണ്ട കൊട്ടുന്നൊരു കാര്യം പറയുന്നുണ്ട്. അത് അത്ര എളുപ്പത്തിൽ ആളുകൾ ചിലപ്പോൾ റീലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തൊന്നും വരില്ല. ഈ ഒബ്സർവേഷൻ പണ്ട് മുതലേ ഉണ്ടോ? പണ്ട് മുതലേ ഉള്ളൊരു പരിപാടിയാണ്. അങ്ങനെ ഒബ്സർവ് ചെയ്ത ഒബ്സർവേഷൻ ആണെന്നുള്ളൊരു പരിപാടിയല്ല. പോകുമ്പോൾ എല്ലാം മൊത്തത്തിലൊന്ന് നോക്കും. എനിക്കൊന്ന് ആ സിനിമാ പരിപാടി മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും, നാളെ എവിടെയെങ്കിലും അത് ഉപയോഗപ്പെടുമല്ലോ എന്നുള്ളൊരു സാധനം കൊണ്ടായിരിക്കാം മേ ബി. പണ്ട് മുതലേ ഉള്ള, ഞാൻ 8ാം ക്ലാസ് മുതൽ ഷോർട്ട് ഫിലിം പിടിച്ച് തുടങ്ങിയ ആളാണ്. 8ാം ക്ലാസ് നമ്മുടെ പഴയ ചെറിയ മൊബൈലിൽ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ എവിടെ പോയാലും ഈ പരിപാടിയുണ്ട്. ഇപ്പോഴും അതെ, എവിടെ പോയാലും മൊത്തത്തിലൊന്ന് നോക്കും, എന്താണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്ന പരിപാടി എന്നുള്ളത് നോക്കുന്ന പണ്ട് മുതലേ ഉള്ളതാണ്. അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ചെണ്ടക്കാരൻ. പിന്നെ അവിടെ ഒരു മെസ്സിക്കാരൻ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല വിഷ്ണു. ഈ തെയ്യം ഭയങ്കര രസമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോൾ ഒരു മെസ്സി ഇങ്ങനെ അത് തിരിഞ്ഞിരിക്കാവൻ, ഏതാ മറ്റേ മെസ്സി ടീഷർട്ടൊക്കെ ഇട്ടവൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കാം. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അതാ. ഇവിടെ വൻ പരിപാടി കിടക്കുന്നത്, ഇത് ഐതിഹ്യപരമായിട്ടുള്ള ചാമുണ്ടി തെയ്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മെസ്സി അങ്ങനെ ഒന്ന് നോക്കുക, പരിപാടിയൊക്കെ കണ്ട് മെസ്സി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. സോ ഈ ഒബ്സർവേഷൻ പണ്ട് മുതലേ ഉള്ളൊരു പരിപാടി തന്നെയാണ്. പക്ഷെ അത് ഭയങ്കര ഗുണമായിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം നോട്ടീസ് ചെയ്തില്ലേ, ഇപ്പം വിഷ്ണു നോട്ടീസ് ചെയ്തില്ലേ, അതുപോലെ എല്ലായിടത്തും ബാലി പോയപ്പോഴും അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ അങ്ങനെ കുറേ പരിപാടിയുണ്ട് അവിടുത്തെ. എല്ലായിടത്തും പോകുമ്പോഴും ആ ഒരു പരിപാടി മൊത്തത്തിലുണ്ട് ഇപ്പോഴും.